ഛത്തീസ്ഗഡിൽ വർഗീയവാദികൾ വിചാരണ ചെയ്തത് മതേതര ഭരണഘടനയെന്ന് ദീപിക മുഖപ്രസംഗം. വർഗീയവാദികളുടെ കങ്കാരു കോടതികൾ ന്യൂനപക്ഷങ്ങളെ ട്രെയിനിലും തെരുവിലും വിചാരണ ചെയ്യുന്നു. ക്രിസ്മസും ഈസ്റ്ററും പരസ്യമായി ആഘോഷിക്കാൻ സംഘപരിവാറിന്റെ ഔദാര്യം വേണമെന്ന സ്ഥിതിയാണ്. കേരളത്തിൽ ഒഴികെ ന്യൂനപക്ഷങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും അരക്ഷിതാവസ്ഥയിലാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. അതേസമയം വിഷയത്തിൽ ബിഷപ്പുമാർക്ക് നേരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി പരാതി പറയാനുള്ള ധൈര്യം തിരുമേനിമാർക്കില്ല. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ കയറി ഒതുങ്ങിയിരുന്ന പ്രാർത്ഥിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം കാണുമോ എന്നും ശിവൻകുട്ടി. രണ്ട് കന്യാസ്ത്രീമാരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അവരെന്ത് തെറ്റാ ചെയ്തുകൊള്ളട്ടെ. തെറ്റ് ചെയ്തെങ്കിൽ അവർ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് നിയമമില്ലേ? സ്ത്രീകളിനപ്പുറം അവർ കന്യാസ്ത്രീമാരാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്ന നിയമമില്ലേ? സകലമാന നിയമങ്ങളും ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണല്ലോ ഈ ബജ്രംഗളിൻ്റെയൊക്കെ തന്നെ സഹായത്തോടു കൂടി അവരുടെ പിന്തുണയോടുകൂടി ഈ രണ്ട് കന്യാസ്ത്രീമാരെ ഘോഷയാത്രയോടുകൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നേ പോയത്. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടിയുള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെടണ്ടേ? ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുമോ? വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ദീപിക രൂക്ഷമായി വിമർശിക്കുകയാണ്. പക്ഷേ ദീപികയെ ഇങ്ങനെ വിമർശിക്കുന്നതല്ലാതെ പ്രധാനമന്ത്രിയെ ക്രിസ്മസിനെ ഡൽഹിയിൽ വിളിച്ചിരുത്തി കേക്ക് മുറിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന രൂക്ഷമായ പ്രസക്തമെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് നിലവിൽ ഈ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശന ഭാഷയോട് കൂടിയിട്ടാണ് ദീപിക എന്നവരുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ വർഗീയവാദികളുടെ കങ്കാരു കോടതികൾ മതന്യൂനപക്ഷങ്ങളെ തെരുവിലും അതോടൊപ്പം തന്നെ ഈ ട്രെയിനിലും അടക്കം വിചാരണ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഈ മത തീവ്രവാദ ശക്തികൾ അല്ലെങ്കിൽ വർഗീയവാദ ശക്തികൾ ആയുധങ്ങളുമായി കടന്നുകയറി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായിട്ട് ആഘോഷിക്കണമെങ്കിൽ അത് ഇന്നിപ്പോൾ സംഘപരിവാറിന്റെ ഔദാര്യം വേണമെന്ന സ്ഥിതിയിലായി കഴിഞ്ഞിരിക്കുകയാണ് എന്നുമാണ് ദീപിക എഡിറ്റോറിയലിലൂടെ വിമർശിച്ചിരിക്കുന്നത്. ബൈബിളിനും ക്രൂശിത രൂപത്തിനും ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരോക്ഷ വിലക്ക് നിലനിൽക്കുകയാണ്. വർഗീയവാദികൾ എപ്പോൾ വിളിച്ചാലും സർട്ടിഫിക്കറ്റുമായി ഹാജരാകേണ്ട അവസ്ഥയാണ് കന്യാസ്ത്രീകൾക്കും പുരോഹിതർക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും നടത്തിയിരിക്കുന്നു. മാത്രമല്ല ചില ക്രിസ്ത്യൻ നാമ ശുഭ്രവസ്ത്രധാരികളും അവരുടെ ഓളി സംഘടനകളും ഈ സംഘപരിവാർ സംഘടനകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശവും ദീപിക നടത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിലൊഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അരക്ഷിതാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും ഛത്തീസ്ഗഡിലും ഒറീസയിലും കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രം നൽകുകയും കേരളത്തിൽ പ്രശംസാപത്രം നൽകുകയും ചെയ്യുന്ന രീതി, ആ ഒരു രാഷ്ട്രീയ തന്ത്രം കേരളത്തിലെ മതേതര സമൂഹത്തിന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങളോട് കൂടിയിട്ടാണ് ദീപിക വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സംഘപരിവാറിനെതിരായിട്ട് ഇന്നത്തെ എഡിറ്റോറിയലിൽ നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ ക്രൈസ്തവ സഭാ നേതാക്കൾക്കെതിരായിട്ട് ഒരു വിമർശനം, അതായത് ദീപിക എഡിറ്റോറിയൽ എഴുതിയതിനു ശേഷം അരമനയിൽ കയറി ഇരിക്കുക മാത്രമാണ് ഈ പുരോഹിതർ ചെയ്യുന്നത്. ഇതിൽ നേരിട്ടൊരു പ്രതിഷേധം പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ആശങ്ക ഒരു പരാതി രൂപേണ അറിയിക്കുവാൻ ഏതെങ്കിലും ഒരു സഭാ നേതാവ് തയ്യാറായിട്ടുണ്ടോ എന്നാണ് മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്നത്. ഇതൊക്കെ ഇല്ലെങ്കിൽ ഈ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള യഥാർത്ഥ ധാരണ ബോധ്യം ഈ തിരുമേനിമാർക്കില്ല എന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. അത് ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും പറയുന്നു. ഒപ്പം സകല നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും ഒരു തിരുമേനിമാരുടെയും പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല എന്നും എല്ലാ തിരുമേനിമാർക്കും അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള ചിന്തയാണ് എന്നും ബാക്കി പാവപ്പെട്ട ക്രിസ്ത്യാനികൾ എല്ലാം അനുഭവിച്ചോട്ടെ എന്നുള്ള ചിന്താഗതിയാണ് ഇവർക്കെന്നുമുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് മന്ത്രി നടത്തിയിരിക്കുന്നത്. എന്തായാലും സാധാരണ ക്രിസ്ത്യാനികളും ഈ കാര്യം ഗൗരവപൂർണ്ണമായിട്ട് ചിന്തിക്കണമെന്നുള്ള കാര്യവും മന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ബിനിൽ, ശരി, സാധാരണ ക്രിസ്ത്യാനികളും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ എന്നുള്ളതാണ്. ഡൽഹിയിൽ വിളിച്ച് കേക്ക് മുറിച്ചാൽ മാത്രം പോരല്ലോ, ഇതൊക്കെ കൃത്യമായി പറയണ്ടേ പ്രധാനമന്ത്രിയോട് എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നത്. പക്ഷേ അതിരൂക്ഷ വിമർശനം ദീപിക ആവർത്തിക്കുകയാണ്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.